കല്ലടിക്കോട് അപകടത്തിൽ മരിച്ച ആയിഷ, റിദ, ഇർഫാന, നിദ എന്നിവരുടെ മൃതദേഹം ഇപ്പോൾ കരിമ്പനയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. നിരവധി ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 10:30 ആണ് തുപ്പനാട് ജുമാ മസ്ജിദിൽ ഖബറടക്കം നടക്കുക. അതുവരെ പൊതുദർശനം തുടരും. അല്പസമയം മുമ്പ് വരെ 8 മണി വരെ അവരവരുടെ വീടുകളിൽ പൊതുദർശനമുണ്ടായിരുന്നു. അവിടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അവിടെയും നിരവധി ആളുകളെത്തി. 8 മണിയോടെയാണ് ഇപ്പോൾ കരിമ്പനയ്ക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് പൊതുദർശനത്തിനായി മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുള്ളത്. ചെറുള്ളി അബ്ദുൾ സലാമിൻ്റെ മകൾ ഇർഫാനയും അബ്ദുൾ റഫീഖിൻ്റെ മകൾ റിതയും സലാമിൻ്റെ മകൾ നിത, ഷറഫുദ്ദീൻ്റെ മകൾ AS ആയിഷ, ഈ 4 കുട്ടികളാണ് ഇന്നലെ അപകടത്തിൽ മരിച്ചത്. 3:40 ഇന്നലെ വൈകിട്ട് അപകടം നടന്നത്. പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമൻറ്റുമായി എത്തിയ ലോറിയുടെ മുൻവശത്തേക്ക് എതിർദിശയിൽ വന്ന ലോറിയുടെ പിൻഭാഗം ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട് ഈ സിമൻറ്റ് ലോറി അവിടെ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികളുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു. വലിയ ഭാരമുണ്ടായിരുന്ന 35 ടൺ ഭാരം ഉണ്ടായിരുന്ന ഈ ലോറി കുട്ടികളുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടമുണ്ടായത്. ദീർഘനേരം നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിലാണ് കുട്ടികളെ അവിടെ നിന്നും ആശുപത്രിയിൽ എത്തിക്കാനായത്. അതിനുശേഷം സ്ഥിരം അപകടം നടക്കുന്ന ഒരു റോഡാണ് എന്നാരോപിച്ചുകൊണ്ട് നാട്ടുകാരുടെ ഉപരോധം ആ റോഡിൽ നടന്നിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിരുന്നു. നിരവധി അപകടങ്ങൾ നടന്ന സ്ഥലമാണിത്. റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് ഈ അപകടത്തിന് കാരണം എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഇപ്പോഴും ഒരു വശത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കരിമ്പനയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇപ്പോഴും നിരവധി പേരാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇപ്പോൾ പൊതുദർശനം ആരംഭിച്ച് അരമണിക്കൂറിനോട് അടുക്കുമ്പോൾ ആ ഓഡിറ്റോറിയം നിറഞ്ഞു കവിയുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴും ആ അപകടം, ആ വാർത്ത അത് അംഗീകരിക്കാനാകാതെ, ഉൾക്കൊള്ളാനാകാതെ ഒരു നാട് വിങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അത്രയും വലിയ ഒരു ഓഡിറ്റോറിയം, അവിടേക്ക് ആളുകൾ തിങ്ങി നിറയുന്ന നിമിഷം കഴിയുന്തോറും, ഓരോ നിമിഷം കഴിയുന്തോറും തിങ്ങി നിറയുന്ന കാഴ്ച നമ്മൾ കാണുന്നു. സംസ്കാരം 10:30 തുപ്പനാട് ജുമാ മസ്ജിദിൽ നടക്കും. അതുവരെ കരിമ്പനയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം തുടരുകയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്ന വഴിയായിരുന്നു അപകടം എത്തിയത്. മന്ത്രിമാരായ MV രാജേഷും കൃഷ്ണൻകുട്ടിയും അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം റോഡുമായി ബന്ധപ്പെട്ട അപകട വഴിയുമായി ബന്ധപ്പെട്ട യോഗം കളക്ടർ വിളിച്ചിട്ടുണ്ട്. അതിലും മന്ത്രിമാർ പങ്കെടുക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഓരോ നിമിഷവും അവിടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഓഡിറ്റോറിയം നിറഞ്ഞു കവിയുന്ന കാഴ്ച. 4 മൃതദേഹങ്ങളും അവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. സംസ്കാര ചടങ്ങ്, ഖബറടക്കം അത് 10:30 തുപ്പനാട് ജുമാ മസ്ജിദിൽ നടക്കും. രാവിലെ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. അവരവരുടെ വീടുകളിലേക്ക് മൃതദേഹം എത്തിയപ്പോൾ കരച്ചിലടക്കാനാകാതെ, ദുഃഖം താങ്ങാനാകാതെ നിൽക്കുന്ന ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നമ്മൾ കണ്ടു. ആ സ്കൂൾ വലിയ ദുഃഖത്തിലാണ്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂള്, അവിടുത്തെ 8ാം ക്ലാസ്സിലാണ് ഈ 4 കുട്ടികളും പഠിക്കുന്നത്. ഇവർക്കൊപ്പം എന്നും സ്കൂളിലേക്ക് പോകുന്നതും സ്കൂളിൽ നിന്ന് മടങ്ങുന്നതുമായ ഒരു കുട്ടി കൂടിയുണ്ട്, അജ്ന ഷെറിൻ. ഇവർക്കൊപ്പം ആ അപകട സമയത്തുണ്ടായിരുന്നുവെങ്കിലും തലനാരിഴയ്ക്ക് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു അജ്ന എന്നുള്ളതാണ്. എന്തായാലും 4 വിദ്യാർത്ഥികളും ആ സമയത്ത് തന്നെ മരിച്ചതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ കരിമ്പനയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജനപ്രതിനിധികളടക്കം അവിടെയുണ്ട്. ജില്ലാ കളക്ടറുണ്ട്. അല്പസമയത്തിനകം മന്ത്രിമാർ അവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. وسبحان الذي بيده ملكوت كل شيء وإليه ترجعون.
കരിമ്പ്രയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ഓഡിറ്റോറിയത്തിന് പുറത്ത് മഴയെ വകവയ്ക്കാതെ ആളുകളുടെ നീണ്ട വരി ദേശീയപാതയുടെ ഒരു ഓരം വരേക്കും നീണ്ടു കിടക്കുന്നതാണ്. അവസാനമായിട്ട് ആ കുഞ്ഞുമക്കൾക്ക് അവരെ ഒന്ന് കാണാൻ, അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഈ ഒരു നാടൊന്നാകെ ഒഴുകിയെത്തുന്ന തീവ്ര വേദന നൽകുന്ന അതീവ ദുഃഖകരമായ കാഴ്ചകൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഏങ്ങലടിക്കാതെ ആരും ഇവിടെ നിന്നും മടങ്ങുന്നില്ല. കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ. ആദ്യമായി കാണുന്നവർക്ക് പോലും അത്രമാത്രം ഈ കുരുന്നുകളോട് സ്നേഹം തോന്നുന്ന, അവരോട് വിയോഗത്തിൽ ഉള്ളുലയുന്ന സാഹചര്യം. വീടുകളിലെ കാഴ്ചകൾ നമ്മളെയൊക്കെ ഹൃദയം തൊട്ടുലയ്ക്കുന്നതായിരുന്നു. അവസാനമായി ഇവരെ കണ്ട് അവരുടെ പേടകത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന കൂട്ടുകാരികൾ, അവരെ പണിപ്പെട്ട് കൊണ്ടുപോകുന്ന രക്ഷിതാക്കൾ, ആ ഒരു മരണവുമായി ഇപ്പോഴും ഈ നാട് പൊരുത്തപ്പെട്ടിട്ടില്ല. കാരണം ഇത് നൽകുന്നത് സമാനതകളില്ലാത്തൊരു വേദനയാണ്. ഇങ്ങനെ ഇവർ ഈ ഒരു ദുരന്തത്തെ മറികടക്കുന്ന ചോദ്യമാണ് ഉത്തരം കിട്ടാതെ ഉയരുന്നത്. 4 പെൺകുട്ടികൾ, 4 കുടുംബങ്ങളുടെ മാത്രമല്ല, നാടിൻ്റെ ഒന്നാകെ പ്രതീക്ഷകളായി, നാളെ നാടിനൊന്നാകെ മാതൃകയായി, സമൂഹത്തിനൊന്നാകെ അടയാളപ്പെടുത്തുന്ന തരത്തിലേക്ക് ഉയരാൻ കെൽപ്പുള്ളവർ, അവരാണ് അകാലത്തിൽ ഒഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ 4 പേര് ഈ നാടിൻ്റെ മക്കളായി മാറുകയാണ്. സ്വന്തം മക്കളോട് എന്ന തരത്തിൽ നാളൊന്നാകെ ഇവർക്ക് യാത്രാമൊഴി നൽകുവാൻ എത്തി വിലപിക്കുന്ന കാഴ്ചകളാണ്. ഇവിടെ തിരക്ക് നിയന്ത്രിക്കാൻ നിൽക്കുന്നവർ പോലും തൊണ്ടയിടറിക്കൊണ്ടാണ് ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. കരച്ചിലടക്കി, തൊണ്ടയിടറി, കണ്ണു കലങ്ങി ഈ നാടൊന്നാകെ ഇവർക്ക് വിട ചൊല്ലുകയാണ്.